രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെങ്കിൽ ഇപിക്ക് അന്വേഷിക്കാം. അതായത് ഇപിയുടെ ആരോപണം പാർട്ടി അന്വേഷിക്കില്ലെന്നല്ല, താല്പര്യമില്ല. പാർട്ടിക്കുള്ളിലെ കോഴ ആരോപണങ്ങളും സ്ത്രീപീഡനങ്ങളും വരെ അന്വേഷിച്ച CPM-ന് ഇപി ജയരാജന്റെ ഗുരുതര ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ താല്പര്യമില്ലെന്ന MV ഗോവിന്ദന്റെ നിലപാടിൽ വ്യക്തമാണ് ഇപി ജയരാജൻ CPM-ന്റെ തലയ്ക്ക് മുകളിൽ തൂക്കിയിട്ട വാളിന്റെ മൂർച്ച. ഇന്ന് DC ബുക്സ് പുറത്തിറക്കാനിരുന്നതാണ് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതമെന്ന ഇപി ജയരാജന്റെ ആത്മകഥ. പുറത്തുവന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കവുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, താൻ DC ബുക്സിന് ഇത്തരത്തിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെന്നുമാണ് ഇപിയുടെ വാദം. പുസ്തകത്തിന്റെ ഉള്ളടക്കം ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് പുസ്തകം തന്റേതല്ലെന്ന വാദവുമായി ഇപി ജയരാജൻ രംഗത്തെത്തിയത്. CPM ഒന്നടങ്കം ഇപി പിന്തുണയ്ക്കുമ്പോഴാണ് പാർട്ടി സെക്രട്ടറി ഇപിയുടെ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണത്തിൽ ഇപിക്ക് അന്വേഷിക്കാമെന്ന നിലപാടെടുത്തത്. അതായത് CPM-ന് വ്യക്തമായ ധാരണയുണ്ട് പുസ്തക വിവാദത്തിൽ ഇപി ജയരാജൻ നിഷ്കളങ്കനല്ലെന്ന്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇപി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദമായതും വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് ദിവസം വരെ മൗനം പാലിച്ച അന്നത്തെ LDF കൺവീനർ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങുമ്പോഴേക്കും കൂടിക്കാഴ്ച ശരിവെച്ച് രംഗത്തെത്തിയിരുന്നു. ഇപി പറയുന്നത് പോലെ DC ബുക്സിന്റെ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് ശരിവെച്ചാൽ എന്തുകൊണ്ട് DC ബുക്സ് പോലൊരു പ്രസാധകർ ഇപിയെ ആയുധമായി തിരഞ്ഞെടുത്തു എന്ന് പരിശോധിക്കേണ്ടതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോയ ഇപി കോടതിയിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നെങ്കിലും മന്ത്രിസ്ഥാനം മാത്രം തിരികെ ലഭിച്ചില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപിക്ക് മത്സരിക്കാൻ പാർട്ടി സീറ്റ് നൽകിയില്ല. പകരം LDF കൺവീനർ എന്ന ഐരാവതമായി അണിയിച്ചൊരുക്കിയെങ്കിലും ഇപി ഒരിക്കലും അതിൽ തൃപ്തനായിരുന്നില്ല. ഇൻഡിഗോ ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നെഞ്ചുപിരിച്ചു നിന്ന ഇപിയെ പാർട്ടി മന്ത്രിസഭയിൽ നിന്ന് തീണ്ടാപ്പാട് അകലെ നിർത്തിയതിൽ വൈദികം റിസോർട്ടും കാരണമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ദിവസം DC ബുക്സ് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത വിവാദമാണ് സംഭവമെങ്കിൽ വിപണിയിൽ ഇപിയുടെ മൂല്യം കണക്കിലെടുത്താണെന്ന് കരുതാം. നേരത്തെ P ജയരാജന്റെ പുറത്തിറങ്ങിയ പുസ്തകം വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് വിൽപ്പന തുടരുന്നുണ്ട്. പാർട്ടിയിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും അവഗണനയും പരിഹാസവും നേരിട്ട ഇപിയുടെ വിപണി സാധ്യത DC ബുക്സ് ഉപയോഗിച്ചെന്ന് വേണം കരുതാൻ. എന്നാൽ DC ബുക്സ് മാത്രമായിരുന്നില്ല മാതൃഭൂമിയും തന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായി സമീപിച്ചിരുന്നതും ഇപി വ്യക്തമാക്കിയിരുന്നു. വിവാദത്തിന് പിന്നാലെ ഇപി മാതൃഭൂമിയുടെ പേര് കൂടി വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ മാതൃഭൂമി വിഷയത്തിലെടുത്ത നിലപാട് കാരണമാകുന്നുവെന്ന് വേണം കരുതാൻ. ഇപി വിഷയത്തിൽ മാതൃഭൂമി പലപ്പോഴും VS അച്യുതാനന്ദനുമായി നടത്തുന്ന താരതമ്യം ഇപിക്ക് നൽകുന്ന മൈലേജ് തന്നെയാണ് അതിനു പിന്നിലെ കാരണം. ഇപിയെ ജനങ്ങൾക്കിടയിൽ വൈകാരികമായി അവതരിപ്പിക്കാൻ മാതൃഭൂമിക്ക് സാധിക്കുമെന്ന വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായതും കട്ടൻ ചായയും പരിപ്പുവടയും വിവാദമായതോടെയാണ്. കട്ടൻ ചായയിൽ DC ബുക്സ് ലേശം ഉപ്പും കുരുമുളകും ചേർത്തതോടെ വിഷയം ചർച്ചയാക്കിയ മാധ്യമങ്ങൾക്കെതിരെ ഇപി DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജാവേദ്കർ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇപി ഫയൽ ചെയ്ത കേസ് ഇപ്പോഴും ആരും ചിരിക്കാത്തൊരു തമാശ പോലെ നിലവിലുണ്ട്. സമാനമായി ഇപി കട്ടൻ ചായ വിവാദത്തിലും ഒരു പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പരാതിയിൽ ഒരിടത്ത് പോലും DC ബുക്സ് എന്ന പേര് പോലും പരാമർശിച്ചിട്ടില്ല. അതായത് ഇപി ജയരാജന് ഇത്രയേറെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ DC ബുക്സിനോട് യാതൊരു പരാതിയും പരിഭവവുമില്ല. ഇതോടെ ഉറപ്പിച്ചു പറയാം, കട്ടൻ ചായയും പരിപ്പുവടയും DC ബുക്സിന്റെ കാൽപ്പനികതയല്ല. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസാധകർ ഏറെ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പ് ദിവസം CPM നേതാവിനെതിരെ കാൽപ്പനികതയിൽ നിന്ന് ഒരു വിവാദം സൃഷ്ടിച്ച് ഇടതുപക്ഷത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുമെന്ന് കരുതാൻ കേരളത്തിലെ ജനങ്ങൾ 3 നേരം കഴിക്കുന്നത് ക്യാപ്സ്യൂളുകളല്ല. അതിലും രസകരം എന്തെന്നാൽ വിവാദം ഇത്രയേറെ കൊടുമ്പിരി കൊണ്ടിട്ടും കട്ടൻ ചായയും പരിപ്പുവടയും തള്ളിക്കളയാൻ DC ബുക്സ് തയ്യാറായിട്ടില്ല. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നുവെന്നാണ് DC ബുക്സ് അറിയിച്ചിരിക്കുന്നത്. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നും പ്രസാധകർ അറിയിക്കുന്നു. അതായത് അശ്രദ്ധയും കാൽപ്പനികതയും ഒന്നുമല്ല കട്ടൻ ചായയ്ക്കും പരിപ്പുവടയ്ക്കും പിന്നിലുള്ളതെന്ന് DC ബുക്സ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇപി ജയരാജൻ സ്വയം ഗ്ലോറിഫൈ ചെയ്ത് CPM-ലെ ചില അധികായരെ ലക്ഷ്യം വെക്കുന്ന കട്ടൻ ചായ ഇപിയുടേത് തന്നെയെന്ന് വ്യക്തം. പക്ഷേ വാർദ്ധക്യം കണക്കുകൂട്ടലുകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥയുടെ ചില വിവാദ ഭാഗങ്ങൾ പുറത്തിറക്കി DC ബുക്സ് വിപണി നേട്ടം ലക്ഷ്യം വെക്കുമെന്ന് കരുതാൻ ഈ പാവം CPM-കാരന് സ്വപ്നത്തിൽ പോലും ആയില്ല. 74-ാം വയസ്സിൽ ഇപിയുടെ കട്ടൻ ചായയും പരിപ്പുവടയും CPM-നും ഇടതുപക്ഷത്തിനും സൃഷ്ടിക്കാനിരിക്കുന്ന ഡാമേജുകൾ എന്തൊക്കെയെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം.